ഹായ്, ഇത് നവരത്നയുടെ ആയുർവേദിക് ഹെയർ ഓയിലാണ്. ഇത് കഴിഞ്ഞ ദിവസം മോളി സാധനം മേടിക്കാനൊക്കെ പോയപ്പോഴേ അവനത് പറഞ്ഞ് സാലൂണിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ഇതിട്ട മുടി വെട്ടിയിട്ട് ഇതിട്ട ഹെയർ ഓയിൽ ചെയ്തിടുന്നതൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് തന്നെയാണ്. സാധാരണ അങ്ങനെ ഓയിലൊന്നും തേക്കാത്ത ആളാണ് ഹെയറിൽ. പക്ഷെ ഇതെന്തോ പറ്റിയോ അറിയത്തില്ല. ഇത് പെട്ടെന്ന് നല്ല തണുപ്പുണ്ട്, നല്ല സുഖമാണെന്നും പറയാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവൻ്റെ തലയിൽ ഇതൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാവേ. നല്ല മണമാണ്. ഇതൊരു വിക്സൊക്കെ നമ്മൾ വെട്ടുമ്പോൾ ഒരു മണം വരത്തില്ലേ, അതുപോലെ ഉള്ളൊരു മണമാണേ. അപ്പം കുളിക്കാൻ പോവാം. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചിട്ട് കുളിക്കാമെങ്കിൽ ഇന്നലെ ഒരു ദിവസം പറ്റത്തുള്ളൂ. നല്ല ഒരു സ്മൂത്തൊരു സോഫ്റ്റൊക്കെ വന്നിട്ടുണ്ട് മുടിക്ക്. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയാണ് വേണ്ടത്. താരനും ഉണ്ട്. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് താരനൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്കിത് പുരട്ടി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാവേ. സാധാരണ അങ്ങനെ കോക്കനട്ട് ഓയിലും അങ്ങനെ ഒന്നും തേക്കാറില്ല. കുളിക്കുമ്പോൾ മാത്രം ഇവിടെ മാത്രം ശകലം പുരട്ടിയിട്ടാണ് കയറുക. അതുകൊണ്ടായിരിക്കും തല നിറച്ച് താരന്. പിന്നെ കളിക്കാനൊക്കെ പോകുന്നുണ്ടേ തല നിറച്ച് താരനൊക്കെയാണ്. അത് നമുക്ക് ഇത് പുരട്ടി ശകലം കുറവുണ്ട്. ഷാമ്പൂ ഇട്ട് കഴുകിക്കളയും. എൻ്റെ ശകലം താരനൊക്കെ ശകലം കുറവുണ്ട്. തന്നെ പോയി സെലക്ട് ചെയ്തെടുത്തോണ്ട് വന്നെയാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാലോ അറിയത്തില്ല. എന്തായാലും സാധൂണിൽ ചേട്ടന്മാർ ഇതൊക്കെ ചേർത്താ ഇങ്ങനെ മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ്. ഇച്ചിരി കഴിച്ചു. എന്തായാലും നല്ല മണമുണ്ട്. നല്ലപോലെ മസാജ് ചെയ്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാവേ. നല്ലപോലെ ഒരു 2 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് ഷാമ്പു ഇടുന്നവർക്ക് ഇടാം, അല്ലാത്തവർക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം, തണുത്ത വെള്ളം. സാധാരണ ഇങ്ങനെ എണ്ണ വെട്ടാനൊന്നും ഇരുന്ന് തരാറില്ല. ഇതിപ്പം എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവൻ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും.